നമ്മളിപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടന്ന സ്ഥലത്താണ്. ഇവിടെ ശ്രീ കെ കരുണാകരൻ അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പി കെ ബാവ കേരളത്തിൻ്റെ PWD മന്ത്രിയായിരിക്കുമ്പോൾ 1994 സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് 27 കിലോമീറ്റർ ദൈർഘ്യമുള്ള പടിഞ്ഞാറത്തറ പൂഴിത്തോട് ജംഗ്ഷൻ വരെയുള്ള ഒരു ബദൽ പാതയുടെ നിർമ്മാണോദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കല്ലിടുന്നത്. 30 വർഷം പൂർത്തിയായി. ഈ റോഡ് നിർമ്മാണം പൂർത്തിയായില്ല. ഇനി 7 കിലോമീറ്റർ മാത്രമാണ് ആ ദൂരം പൂർത്തിയാകാനുള്ളത്. 30 വർഷം പൂർത്തിയാവുക. എങ്ങനെ ആഘോഷിക്കാനാണ് തീരുമാനം? വയനാട് മൊത്തം ഇളക്കി മറിക്കണം. കാരണം ഇത് ജനഹൃദയങ്ങളിലേക്ക് എത്തണം. കാരണം വയനാടിൻ്റെ മധ്യഭാഗത്ത് എത്തിച്ചേരുന്ന ഒരു ബദൽ റോഡാണിത്. ഇവിടുന്ന് വൈത്തിരിക്ക് 25 കിലോമീറ്റർ, കൽപ്പറ്റയ്ക്ക് 18 കിലോമീറ്റർ, മെഡിക്കൽ കോളേജിലേക്ക് 17 കിലോമീറ്റർ. അപ്പം വയനാടിൻ്റെ മധ്യഭാഗത്തേക്കാണ് പടിഞ്ഞാറത്തറയിൽ ഇത് എത്തിച്ചേരുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിന് സൗകര്യമാണ്. മാത്രവുമല്ല 3 ഡാമുകൾ ടച്ച് ചെയ്ത് പോകുന്നതുകൊണ്ട് ടൂറിസം വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് കിടക്കും. കാരണം ബാണാസുര സാഗർ, കക്കയം ഡാം, പെരുവണ്ണാമൊഴി ഡാം, ഈ 3 ഡാമിൻ്റെ ഓരത്തോട്, അത് മാത്രമല്ല നമ്മുടെ ബാംഗ്ലൂർ ബേപ്പൂർ ഇടനാഴിയായിട്ട് വർക്ക് ചെയ്യാൻ, ഭാവിയിലേക്ക് ഇടനാഴിയായിട്ട് വർക്ക് ചെയ്യാനും വളരെ ഇന്ധന ചെലവ് കുറയ്ക്കുന്നതിനും മറ്റും കഴിയുന്ന ഒരു ഇതാണ്. വലിയൊരു ഭാരവാഹനം ഇപ്പം നമ്മൾ അടിവാരത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ലക്കിടിയിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം പൊല്യൂഷൻ പുറത്തേക്ക് തള്ളുന്നു. അതേസമയം ഈ നിരപ്പ് റോഡിലൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലോകത്തിന് തന്നെ അതൊരു തീർച്ചയായിട്ടും ഒരുപാട് മാനങ്ങളുണ്ടെന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു കൺസേൺ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് കോഴിക്കോട് എത്തണമെങ്കിൽ, മെഡിക്കൽ കോളേജിലേക്ക് എത്തണമെങ്കിൽ, കോഴിക്കോട്ടുള്ള മനുഷ്യർക്ക് വലിയ ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ ബാംഗ്ലൂരിലേക്ക് പോകണമെങ്കിൽ, എന്തിനേറെ ഈ വയനാട്ടിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കിയേ മതിയാകൂ. അത് ഈ സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ട്. പല കാര്യങ്ങളിലും സർക്കാർ ഭൂമി ഏറ്റെടുത്ത് വികസനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരുന്ന നമ്മൾ ഈ സർക്കാരിൻ്റെ കാലത്ത് കണ്ടതാണ്. ദേശീയപാത നിർമ്മാണമടക്കം തീരദേശപാതയുടെ വികസനമടക്കം നമ്മൾ കണ്ടതാണ്. തീർച്ചയായും ഈ വിഷയത്തിലും സർക്കാർ ആ ഇച്ഛാശക്തി കാണിക്കണം. നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ ആ തീരുമാനം എടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പടിഞ്ഞാറത്തറ റോഡിൽ പൂഴിത്തോട് വരെയുള്ള ഭാഗത്തിന് തറക്കല്ലിട്ടിൽ നടന്ന ആ സ്ഥലത്താണ്. ഇവിടെയാണോ തറക്കല്ലിട്ടത്? ഇവിടെയാണ് കെ കരുണാകരൻ വന്നിട്ടത് അല്ലേ? ഇതിലിപ്പം ഇപ്പോഴത്തെ സർക്കാർ 1.5 കോടി രൂപ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 കോടി രൂപയിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം സമുദ്രനിരപ്പിൽ നിന്ന് 800 മീറ്റർ ഹൈറ്റാന്ന് ഞാൻ പറഞ്ഞു. ഈ 800 മീറ്റർ ഹൈറ്റിൽ നിന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ എത്തുമ്പോഴും സമുദ്രനിരപ്പിൽ നിന്ന് 800 മീറ്റർ ഹൈറ്റേ ഉള്ളൂ. അത്രമേൽ സമതലത്തിലുള്ള ഇത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റിസർവ് ഫോറസ്റ്റാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തത് സ്ഥലം ഞാൻ കൊണ്ടേ കാണിച്ചു തരാം. അതായത് കുറ്റിയാമയിൽ കഴിഞ്ഞ പള്ളി കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ താണ്ടിയോട് എസ്റ്റേറ്റ്, താന്നിപ്പാറ, വട്ടം, കരിങ്കണ്ണി, ഈ എസ്റ്റേറ്റുകളിൽ കൂടെ നിലവിലുണ്ടായിരുന്ന റോഡിൽ കൂടിയാണ് ഇത് പോണത്. അല്ലാണ്ട് പുതിയ റോഡ് ഇത് പിന്നെ നാഷണൽ ഹൈവേ ഒക്കെ ആക്കണേ കുറച്ച് വീതി കൂട്ടണം എന്നല്ലാണ്ട് ഇത് പുതിയ റോഡ് പണിയേണ്ട ആവശ്യമില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതയും അതാണ്. എന്നാൽ ഏറ്റവും നമ്മൾ നേരിടുന്ന വെല്ലുവിളി അതാണ്. ധാരാളം ആളുകൾ ഇവിടെ നിന്ന്, നമ്മൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം ഒന്ന് വളരെ പെട്ടെന്ന് എടുക്കാം. അതിന്